നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ദ സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 26 ആൻഡ് ദെയർ ഡിഫറൻസ് ഈസ് 4. വാട്ട് ആർ ദി നമ്പേഴ്സ്? രണ്ട് നമ്പറും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടും? 26 എന്ന് കിട്ടും. പിന്നെ ആ രണ്ട് നമ്പർ തന്നെ കുറയ്ക്കുകയാണെങ്കിൽ അവർ സബ്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 4 എന്ന് കിട്ടും. അപ്പോൾ ഏതൊക്കെയാണ് നമ്പേഴ്സ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്പേഴ്സിൻ്റെ വാല്യൂ നമുക്ക് എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് അതിലെന്താവും? സ്മോളർ നമ്പർ ഉണ്ടാവും, ഒന്ന് ലാർജർ നമ്പർ ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്താണ് സ്മോളർ നമ്പറിനെ ഞാൻ എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. ലാർജർ നമ്പറിനെ വൈ ആയിട്ട് എടുത്തു. പിന്നെ നമ്മൾ ഈ രണ്ട് നമ്പറും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 26 കിട്ടുന്ന പറഞ്ഞാണ്. അപ്പോൾ സ്മോളർ നമ്പർ എക്സും ലാർജർ നമ്പർ വൈയും. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ നമുക്ക് എത്രയാണ്? സം ഓഫ് ടു നമ്പർ ഈസ് 26. ഇത് നമുക്ക് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ 26 എന്ന് കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? വൈനെ നമുക്കിവിടെ ഈ ഇക്വേഷൻ നമുക്ക് വേറെ രീതിയിൽ നമുക്ക് എഴുതാം. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എഴുതിയ പോലെ അതിൽ നമുക്ക് വൈനെ ഇവിടെ വെച്ചിട്ട് നമ്മൾ എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം? റൈറ്റ് സൈഡിൽ ഉണ്ടാവാം. അപ്പോൾ 26 ഇവിടെ പ്ലസ് എക്സ് അല്ലേ, റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? മൈനസ് എക്സ് ആവും. ഇത് നമുക്കൊരു ഇക്വേഷനായിട്ട് നമുക്ക് എടുക്കാം. നെക്സ്റ്റ് വൺ ഈസ് ആൻഡ് ദെയർ ഡിഫറൻസ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യാൻ എന്ത് കിട്ടും? 4 കിട്ടുന്നതാണ്. അപ്പോൾ ലാർജർ നമ്പറിന് നമ്മൾ വലിയ നമ്പറിനല്ല നമ്മൾ ചെറുത് മൈനസ് ചെയ്യാം. അപ്പം വൈ മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 4 എന്നും കിട്ടും. ഓക്കെ, ഇതാണ് നമ്മളെ ഇക്വേഷൻ 2. ഇത് ഇക്വേഷൻ 1 ആണ്, ഇത് ഇക്വേഷൻ 2. അപ്പോൾ നമുക്ക് വൈൻ്റെ വാല്യൂ കിട്ടി. നമുക്ക് നേരത്തെ കിട്ടി 26 മൈനസ് എക്സ് ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഈ വൈൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വൈ മാറ്റിയിട്ട് നമുക്ക് 26 മൈനസ് എക്സ് ഇട്ട് കൊടുക്കാം. എക്സ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് 26 ഈ മൈനസ് എക്സും മൈനസ് വൈയും മൈനസ് എക്സ് മൈനസ് വൈയും ഈ രണ്ട് മൈനസ് വരുമ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് മൈനസ് ചിഹ്നം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാം. അപ്പോൾ എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2x. നമുക്ക് ഈ മൈനസ് നമുക്ക് ഇട്ട് കൊടുക്കണം. ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ദെൻ മൈനസ് 2x ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് കൊണ്ടുപോവാം. എക്സിന് നമുക്ക് ഒരു സ്ഥലത്തേ ആക്കണ്ടേ, നമ്പേഴ്സിന് നമുക്ക് വേറെ സ്ഥലത്തും. അപ്പോൾ 2x മൈനസ് 2x റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? പ്ലസ് 2x ആവും. പിന്നെ ഇവിടെ പ്ലസ് 4 ഉള്ളത് 26ൻ്റെ അടുത്തേക്ക് പോകുമ്പോഴോ മൈനസ് 4ഉം ആവും. അപ്പോൾ 26 മൈനസ് 4 ഈസ് ഈക്വൽ ടു 22 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 2x ആണ്. ദെൻ എക്സ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? 2 ഇൻറ്റു എക്സ് അല്ലേ. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ ഇൻറ്റു 2 എന്നുള്ളത് എങ്ങോട്ട് പോകും? ഡിവൈഡഡ് ആവും. 22 ഡിവൈഡ് ബൈ 2 എന്നാവും. അപ്പോൾ ദെൻ എക്സ് ഈസ് ഈക്വൽ ടു 11 എന്നും കിട്ടും. അങ്ങനെ നമുക്ക് എക്സ് എന്ത് കിട്ടി? നമുക്ക് സ്മോളർ നമ്പർ എക്സ് എന്ത് കിട്ടി? നമുക്ക് 11 ആയിട്ട് അങ്ങ് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ 11 ആയിട്ട് അങ്ങ് കിട്ടി. നമുക്ക് ലാർജർ നമ്പർ കണ്ടുപിടിക്കാം. ലാർജർ നമ്പർ എന്ന് പറഞ്ഞാൽ വൈ ആണ്. വൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടെ ഉണ്ട്. വൈ ഈസ് ഈക്വൽ ടു 26 മൈനസ് എക്സ് എന്നുണ്ട്. അപ്പം വൈ ഈസ് ഈക്വൽ ടു 26 മൈനസ് എക്സ് എന്നല്ല ഇവിടെ കൊടുത്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടിയില്ലേ? 11 നമുക്ക് കിട്ടി. അപ്പോൾ 26 മൈനസ് 11 ഈസ് ഈക്വൽ ടു 15. Then therefore smaller number is equal to 11. Then therefore larger number is equal to 15 എന്നും നമുക്ക് കിട്ടി. ആദ്യം നമ്മൾ സ്മോളർ നമ്പർ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു, ലാർജർ നമ്പറിനെ നമ്മൾ വൈ ആയിട്ട് എടുത്തു. നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് രണ്ട് നമ്പറും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 26 കിട്ടുന്നു. പിന്നെ രണ്ട് നമ്പറിൽ തന്നെ എക്സും വൈ ആണല്ലോ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 26 എന്ന് കിട്ടി. നമുക്ക് നമുക്ക് എക്സിനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു 26 മൈനസ് എക്സ്. കാരണം പ്ലസ് എക്സ് റൈറ്റ് സൈഡിലേക്ക് പോയപ്പോൾ എന്തായി? ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോയപ്പം മൈനസായി പ്ലസ് എക്സ് എന്നുള്ളത്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ടിൻ്റെയും കൂടി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ ലാർജർ നമ്പറിന് ചെറുത് കുറയ്ക്കുമ്പോഴല്ലേ നെഗറ്റീവ് ഇല്ലാത്തൊരു സംഖ്യ കിട്ടുക. 4ന് ഇപ്പോൾ തന്നതിൽ ഇപ്പോൾ നെഗറ്റീവ് ഉണ്ടോ? ഇല്ല. അപ്പോൾ പോസിറ്റീവ് 4 ആണിത്. പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മൈനസ് ചിഹ്നം ഉണ്ടാവും. ഇത് പോസിറ്റീവാണ്. അപ്പം
ലാർജർ നമ്പർ മൈനസ് സ്മോളർ നമ്പർ ആണ് എന്ത് 4. അപ്പം നമുക്ക് എന്ത് തന്നിട്ടുണ്ട് വൈ നമ്മൾ കണ്ടുപിടിച്ചു 26 മൈനസ് എക്സ് ആണെന്ന്. അപ്പം നമുക്ക് വൈയിന് വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 26 മൈനസ് എക്സ് ചെയ്തു, പിന്നെ ഇവിടെയുള്ള മൈനസ് എക്സ് ഈക്വൽ ടു 4. ദെൻ 26 ഇത് രണ്ടും മൈനസ് എക്സ് അല്ലേ, അപ്പം ഈ രണ്ട് മൈനസും കൂടി ഈ രണ്ട് എക്സും കൂടി ആഡ് ചെയ്തിട്ട് മൈനസ് ചിഹ്നം ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ 8ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. 26 മൈനസ് 2x ഈക്വൽ ടു 4. ദെൻ 26 മൈനസ് 4 പ്ലസ് 4 ഇങ്ങോട്ട് വന്നപ്പോൾ മൈനസ് 4 ആയി. പിന്നെ മൈനസ് 2x എന്തായി ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോയപ്പം 2x ആയി, പ്ലസ് 2x ആയി. അപ്പം 26 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 22 ആണ്. 22 എന്ന് പറഞ്ഞാൽ 2x ആണ്. ദെൻ എക്സ് ഈക്വൽ ടു 22 ഡിവൈഡഡ് ബൈ 2. ദെൻ എക്സ് ഈക്വൽ ടു 11 എന്ന് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ സ്മോളർ നമ്പറാണ്, 11 നമുക്ക് കിട്ടി. ദെൻ വൈ കണ്ടുപിടിക്കുക, ലാർജർ നമ്പർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം 26 മൈനസ് എക്സ് ആണെന്ന്. അപ്പോൾ 26 മൈനസ് 11 എക്സ് നമ്മൾ കണ്ടുപിടിച്ചു 11. അപ്പോൾ 11ൻ്റെ വാല്യൂ നമുക്ക് എക്സിൻ്റെ ഭാഗത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 26 മൈനസ് 11 ഈക്വൽ ടു 15. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പം the perimeter of a rectangle is 40 cm and one side is 8 cm longer than the other. Calculate the length of the side. The perimeter of a rectangle is 40 cm. ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 40 cm ആണ്. പിന്നെ ഒരു സൈഡ് 8 cm കൂടുതലാണ് മറ്റേ സൈഡിന്. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇങ്ങനെയല്ലേ ഉണ്ടാവുക, ഒരു സൈഡ് ചെറുതും ഒരു സൈഡ് എന്താവും വലുതോ, ഒരു സൈഡ് ചെറുതും ഒരു സൈഡ് വലുതാവും. അപ്പോൾ ഈ ചെറുതിനേക്കാൾ 8 കൂടുതലാണ് എന്ത് വലിയ സൈഡിന്. അപ്പോൾ നമ്മളോട് ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് ലോങ്ങർ സൈഡിന് ലെങ്ത് ആയിട്ട് എടുത്തു, ചെറിയ സൈഡിന് നമ്മൾ ബ്രെഡ്ത്തും ആയിട്ട് എടുത്തു. അപ്പോൾ എന്താണ് പെരിമീറ്റർ എന്ന് പറഞ്ഞാണ് 2 × l+b ആണ് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ. 2 × l+b. അപ്പം ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പെരിമീറ്റർ ഡിവൈഡഡ് ബൈ 2 ആണ്. ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് കണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ഇൻറ്റുള്ള 2 ഇങ്ങോട്ട് വരുമ്പോൾ ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ചിഹ്നമാവും, ഡിവൈഡഡ് ബൈ 2 എന്നാവും. ഓക്കെ, ദെൻ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്, ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി ആഡ് ചെയ്താൽ 40 കിട്ടും നമ്മൾ എന്ത്. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 40 cm. 2 × l+b ആണെന്ത് 40 cm പെരിമീറ്റർ. ദെൻ l+b കണ്ടുപിടിക്കാൻ നമുക്ക് ഈസിയാണ്. 40 × 2 എന്നുള്ളത് ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2 എന്നാവും, ഈസ് ഈക്വൽ ടു 20 എന്നും കിട്ടും. അപ്പോൾ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് നമുക്ക് എത്ര കിട്ടി, ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് നമുക്ക് 20 എന്ന് കിട്ടി. ഞാൻ ലെങ്ത്തിന് ഞാൻ എക്സ് ആയിട്ടും ബ്രെഡ്ത്തിന് ഞാൻ വൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എക്സ് പ്ലസ് വൈ എന്തായി 20 ആയി. കാരണം l+bയും x+yയും ഒന്നാണ്. നമ്മൾ ലെങ്ത്തിന് നമ്മൾ വാല്യൂ എക്സും ആക്കി, ബ്രെഡ്ത്തിൻ്റെ വാല്യൂ നമ്മൾ വൈയും ആക്കി. അപ്പോൾ x+y ഈസ് ഈക്വൽ ടു 20 എന്ന് നമുക്ക് കിട്ടി. ഇക്വേഷൻ 1. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 1 സൈഡ് ഈസ് 8 cm ലോങ്ങർ ദാൻ ദി അതർ. ഒരു സൈഡ് നമുക്കിപ്പോൾ ലെങ്ത്തിന് നമുക്ക് എടുക്കാം. ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ചെറിയ സൈഡിനെക്കാട്ടി 8 കൂടുതലാണ്. ലെങ്ത് ഈസ് ഈക്വൽ ടു അപ്പോൾ b+8 എന്ന് കിട്ടും അല്ലേ. ലെങ്ത് ഈസ് ഈക്വൽ ടു b+8 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ലെങ്ത് ആയിട്ട് എടുത്താൽ നമ്മൾ എക്സിനെയാണ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ബ്രെഡ്ത്തിനോട് 8 ചേർന്നാലാണ് എന്ത് നമുക്ക് ലെങ്ത്തിൻ്റെ വാല്യൂ കിട്ടുക. അപ്പം ഇത് ഇക്വേഷൻ 2. ഓക്കെ, നമുക്ക് ഇക്വേഷൻ 1 നമുക്ക് ഒന്നുകൂടി നമുക്ക് ചെറുതാക്കാം. നമ്മൾ x+y എന്നുള്ളത് y ഈസ് ഈക്വൽ ടു 20 - x എന്ന് നമുക്ക് ആക്കാം. എങ്ങനെയാണ്, നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞു x+y എന്ന് നമുക്ക് y നമ്മളിവിടെ വെക്കുമ്പം +x ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -x ആയിട്ട് മാറും. അപ്പോൾ y ഈസ് ഈക്വൽ ടു 20 - x എന്നാവും. ദെൻ x ഈസ് ഈക്വൽ ടു y+8. നമുക്ക് വൈൻ്റെ വാല്യൂ നമുക്ക് കിട്ടി എന്ത് 20 - x. നമുക്ക് ഈ വൈൻ്റെ വാല്യൂ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ x ഈസ് ഈക്വൽ ടു എങ്ങനെയാവും, ഈ വൈൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 20 - x. 20 - x പിന്നെ +8 ഉള്ള ഇവിടേക്ക് വരുമ്പോൾ +8 തന്നെയാവും. ദെൻ -x ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പം +x ആവും. ദെൻ x+x ഈസ് ഈക്വൽ ടു 20 + 8. 20 + 8 എത്രയാണ്
28, then x plus x 2x, then x is equal to 28 divided by 2 is equal to 18 14 എന്ന് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് നമുക്ക് ലെങ്ത്തിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ലെങ്ത് ഈസ് ഈക്വൽ ടു എന്തായിട്ട് കിട്ടി, 14 ആയിട്ട് കിട്ടി. therefore ലെങ്ത് ഈസ് ഈക്വൽ ടു 14. therefore ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു കണ്ടിരിക്കാനുള്ള ഇക്വേഷൻ, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് നമ്മൾ എടുത്ത y ആയിട്ടാണ്. y ഈസ് ഈക്വൽ ടു 20 മൈനസ് എക്സ്. 20 മൈനസ് എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി, 14 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ 20 മൈനസ് 14 ഈസ് ഈക്വൽ ടു 6. അപ്പോൾ നമുക്ക് ലെങ്ത്തിൻ്റെ വാല്യൂ 14 ആയിട്ടും ബ്രെഡ്ത്തിൻ്റെ വാല്യൂ നമുക്ക് 6 ആയിട്ടും നമുക്ക് കിട്ടി. നമുക്ക് എന്താ പറയുക, നമുക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ടോ പറയാം. നമുക്ക് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2 × L + B ആണ്. അപ്പോൾ L + B കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്, P ഡിവൈഡഡ് ബൈ 2. ദെൻ 2 × L + B നമുക്ക് തന്നിട്ടുണ്ട് 40 സെൻറ്റിമീറ്റർ എന്ന്. പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്, നമുക്ക് പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ L + B കണ്ടുപിടിക്കാൻ എന്താണ്, P/2 പെരിമീറ്റർ ഡിവൈഡ് ബൈ 2 എത്രയാണ്, 20 ആണ്. നമുക്ക് ലെങ്ത്തിന് ഞാൻ എന്തായിട്ട് എടുത്തു, എക്സ് ആയിട്ട് എടുത്തു. ബ്രെഡ്ത്തിന് ഞാൻ എന്തായിട്ട് എടുത്തു, y ആയിട്ട് എടുത്തു. അപ്പോൾ x + y, ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്താണ് 20. നമ്മൾ ലെങ്ത്തിന് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു, ബ്രെഡ്ത്തിന് നമ്മൾ y ആയിട്ട് എടുത്തു. അപ്പോൾ x + y = 20. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടി നമുക്ക് ചെറുതാക്കുമ്പം y = 20 മൈനസ് എക്സ് എന്ന് കിട്ടും. അപ്പം y നമ്മൾ ഇവിടെ തന്നെ നമ്മൾ നിർത്തി. ഈ പ്ലസ് എക്സ് ലെഫ്റ്റ് സൈഡിലേക്ക് ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും, മൈനസ് എക്സ് ആവും. അപ്പോൾ y = 20 മൈനസ് എക്സ് എന്ന് വരും. ദെൻ x = നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, വലിയ സൈഡ് എന്ന് പറഞ്ഞാൽ ചെറിയ സൈഡിനേക്കാൾ 8 കൂടിയതാണ്. നമ്മളെ വലിയ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലെങ്ത് ആയിട്ടാണ് എടുക്കുന്നത്. വലിയ സൈഡ് എന്ന് പറഞ്ഞാൽ ചെറിയ സൈഡ് ബ്രെഡ്ത്താണല്ലോ. ആ ബ്രെഡ്ത്തിനോട് ഞാൻ 8 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, ലാർജർ സൈഡ് കിട്ടും. അപ്പോൾ നമ്മൾ ലാർജർ സൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ എക്സ് ആയിട്ടാണ് എടുത്തത്. അപ്പോൾ ചെറിയ സൈഡ് എന്ന് പറഞ്ഞാൽ y. അപ്പോൾ അതിനോട് ഞാൻ 8 കൂട്ടിയപ്പോൾ എന്തായി, ഈ ലാർജർ സൈഡ് കിട്ടി. അപ്പോൾ നമുക്ക് വൈൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. വൈൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 20 മൈനസ് എക്സ്. അപ്പോൾ നമ്മൾ വൈൻ്റെ വാല്യൂ കണ്ടുപിടിച്ചത് നമ്മൾ ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം x = 20 മൈനസ് എക്സ്. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്, ഈ വൈൻ്റെ ഇക്വേഷൻ y നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ 20 മൈനസ് എക്സ് എന്ന് എഴുതി കൊടുക്കാം, +8. ദെൻ എക്സിനെ എല്ലാം നമുക്ക് ഒരു സ്ഥലത്തേക്ക് നമുക്ക് ആക്കണം. അപ്പോൾ എക്സ് മൈനസ് എക്സ് ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +x ആവും. ദെൻ x + x = 20 + x + 8. then x plus x is equal to 2x, then 20 plus 8 is equal to 28, then x is equal to 28 divided by 2 is equal to 14. therefore length is equal to 14. then breadth is equal to, breadthൻ്റെ വാല്യൂ നമുക്കറിയാം y ആണെന്ന്. y കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു, 20 മൈനസ് എക്സ് ആണ്. അപ്പോൾ 20 മൈനസ് എക്സ് എത്രയാണ്, 14 ആണ്. അപ്പോൾ 20 മൈനസ് 14 is equal to 6. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 4th ക്വസ്റ്റ്യൻ ആണ്. എ വയർ 3.5 meter long is to be cut into 2 pieces with one piece bent into a square and the other into an equilateral triangle. The length of the both side of both must be the same. How should the wire be cut? എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഒരു വയറിന് പറഞ്ഞാൽ 3.5 meter ലോങ് ആണ്. ഇതിപ്പോൾ ഒരു വയറാണ്. ഈ വയറിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 3.5 meter ആണ്. ഇതെന്ത് ചെയ്തു, ഇത് കട്ട് ചെയ്തു. ഇത് 2 പീസായിട്ട് കട്ട് ചെയ്തു. ഇതാണിപ്പോൾ 2 കട്ട് ചെയ്ത പീസ്. ഒരു പീസ് എന്താണ്, വലുതുമാണ്, ഒരു പീസ് ചെറുതുമാണ്. അതിലൊരു പീസ് എടുത്ത് എന്ത് ചെയ്തു, ഒരു സ്ക്വയർ ഉണ്ടാക്കി. മറ്റൊരു സൈഡിനോട് ഞാനൊരു ഇക്വിലേറ്ററൽ ട്രയാങ്കിളും ഉണ്ടാക്കി. അപ്പം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ദ ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് ബോത്ത് മസ്റ്റ് ബി സെയിം. ഈ സ്ക്വയറിൻ്റെയും ഇക്വിലേറ്ററൽ ട്രയാങ്കിളിൻ്റെയും സൈഡ്സ് എന്താവണം, ഈക്വൽ ആവണം. അപ്പം ഞാൻ സ്ക്വയറിൻ്റെ ഒരു സൈഡ് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ സ്ക്വയറിൻ്റെ എല്ലാ സൈഡും എന്താവും, എക്സ് തന്നെയാവും. പിന്നെ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ദ ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് ബോത്ത് മസ്റ്റ് ബി ദി സെയിം. അപ്പോൾ ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എന്താവും, എക്സ് തന്നെയാവും. രണ്ടും ഒരേ സൈഡ്, എല്ലാ സൈഡും ഈ സ്ക്വയറിൻ്റെയും ഇക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡൊക്കെ എന്താണ്, സെയിം ആണ്. അപ്പം എക്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, ഈ ഒരു ഭാഗം, ഈ ഒരു പീസിനെ കൊണ്ടാണ് നമ്മൾ ഈ സ്ക്വയർ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ഈ ഒരു ചെറിയ പീസിനെ കൊണ്ടാണ് ഞാൻ ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു സൈഡിനെ എനിക്ക് എന്തായിട്ട് വിളിക്കാം, 4x ആയിട്ട് വിളിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ
സ്ക്വയറിൻ്റെ ഒരു സൈഡ് ഞാൻ എക്സ് ആയിട്ട് എടുത്തു. ഇത് 3 ഇത് നമ്മൾ ഈ 4 പീസസിനെ കൊണ്ടാണ് ഈ ഒരു സ്ക്വയർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു പീസ് മടക്കിയിട്ടാണ് ഈ ഒരു സ്ക്വയർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പീസ് നമ്മൾ നിവർത്തി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താവും 4x ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ മടക്കിയിട്ടാണ് നമ്മൾ ഫോം ചെയ്തൊരു ഇക്വലാറ്റർ ട്രയാങ്കിൾ. ഇത് നമ്മൾ നിവർത്താൻ എന്താവും നമുക്ക് 3x എന്ന് കിട്ടും. എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് 3x എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് ഈസിക്വൽ ടു 4x. അപ്പോൾ നമുക്കറിയാം 3x പ്ലസ് 4x പ്ലസ് 3x രണ്ടും കണക്ക് തന്നെയാണ്. ഈസിക്വൽ ടു 3.5 മീറ്റർ. ഇത് രണ്ടും കൂട്ടിയതല്ലേ ഇത് 3.5. ഇത് രണ്ടും പകുതി ആക്കിയപ്പോഴാണ് നമുക്ക് 4xും 3xും കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ 3.5 മീറ്റർ ആണ്. ഓക്കെ, അപ്പം 3xും 4xും കൂടി സമ്മ് ചെയ്യുമ്പം 7x എത്രയാവും 3.5 മീറ്റർ ആയിട്ട് നമുക്ക് കിട്ടും. ദെൻ 7x ഈസ് ഈക്വൽ ടു ഇത് മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. ഇത് നമുക്ക് ചെറുതാക്കണം. 3 × 2 6 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 7/2 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ എക്സ് കണ്ടിരിക്കാൻ എന്താണ് ഈസ് ഈക്വൽ ടു 7/2 ഇൻറ്റു 7 കിട്ടും. എങ്ങനെ കിട്ടിയത്? എക്സ് നമ്മൾ താഴത്തേക്ക് ഇറക്കി. ഇത് ഇൻറ്റു ആണല്ലോ, 7 ഇൻറ്റു എക്സ് ആണ്. ഇൻറ്റു 7 ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 7 എന്നാവും. ഓക്കെ, അപ്പോൾ എക്സിനെ ഈസ് ഈക്വൽ ടു 7/2 ഇവിടെ ഇൻറ്റു ആവുമ്പോൾ 1/7 എന്ന് കിട്ടും. റെസിപ്രോക്കൽ നടക്കും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 7/2 ഇൻറ്റു 1/7 എന്ന് കിട്ടി. 7ഉം 7ഉം കൂടി കട്ട് ചെയ്ത് പോകും. ദെൻ ഇൻറ്റു 1 ബൈ ഇൻറ്റു 2. അപ്പോൾ ഇതിന് എക്സ് ഒരു ഭാഗത്തിൻ്റെ ലെങ്ത് അങ്ങ് കിട്ടി, ഹാഫാണെന്ന്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെങ്ത്ത്, ഈ ഒരു കയറിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു വയറിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നോക്കാം. 4x ആണല്ലോ ഒരു കയറിൻ്റെ ലെങ്ത്ത്. 4x ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എക്സ് നമുക്ക് കിട്ടിയില്ലേ, ഇൻറ്റു 4 ഈസ് ഈക്വൽ ടു 4/2 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ എന്താണ് നമ്മളെ ഈ ഒരു സ്ക്വയറിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് 2 മീറ്ററാണ്. ദെൻ നമ്മൾ ഇക്വിലേറ്റർ ട്രയാങ്കിളിൻ്റെ ലെങ്ത്തൊക്കെ നോക്കുമ്പം 3x ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 3/2 ഈസ് ഈക്വൽ ടു 1.5 മീറ്റർ. ഒന്നുകൂടി പറയാം. നമ്മൾ 3.5 മീറ്റർ ഉള്ള ഒരു വയറുണ്ട്. ആ വയർ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തു. ഒന്നിനെ കൊണ്ട് രണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു വയറിനെ കൊണ്ട് നമ്മൾ ഒരു സ്ക്വയർ ഉണ്ടാക്കി. മറ്റൊരു വയറിനെ കൊണ്ട് നമ്മൾ എന്തുണ്ടാക്കി, നമ്മളൊരു ഇക്വലേറ്റർ ട്രയാങ്കിൾ ഉണ്ടാക്കി. രണ്ടിൻ്റെയും സൈഡ് ഈക്വലാണ്. സ്ക്വയറിൻ്റെ ഒരു സൈഡ് ഈക്വൽ ആവുകയാണെങ്കിൽ ബാക്കിയുള്ള സൈഡൊക്കെ ഈക്വൽ ആവുമല്ലോ. അപ്പോൾ എക്സ് തന്നെ ആവും എല്ലാ സൈഡും. പിന്നെ ഇക്വലേറ്റർ ട്രയാങ്കിളിൽ ഒരു സൈഡ് ഈക്വൽ ആണെങ്കിൽ ബാക്കിയുള്ള 3 സൈഡ്സ് എന്താവും, ബാക്കിയുള്ള 2 സൈഡ്സൊക്കെ എന്താവും ഈക്വൽ ആകും. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് രണ്ടിൻ്റെയും ഓരോ സൈഡ്സും ഈക്വലാണ്. അപ്പോൾ ഒന്നിൻ്റെ എക്സ് ആണ്, ഇതിൻ്റെ എക്സ് ആണ്, ബാക്കിയുള്ള എല്ലാ സൈഡ്സും എന്താവും എക്സ് ആവും. അപ്പം ഈ ഒരു വയറിൻ്റെ ലെങ്ത്ത്, ഇത് നമ്മളൊരു വയറാണല്ലോ. ഈ വയർ നമ്മൾ ചുരുട്ടിയിട്ടാണ് എന്തുണ്ടാക്കിയത്, സ്ക്വയർ ഉണ്ടാക്കിയത്. ഈ ഒരു വയർ നമ്മൾ നിവർത്തി വെക്കുകയാണെങ്കിൽ എന്താവും 4x എന്ന് കിട്ടും. കാരണം എക്സ് പ്ലസ് എക്സ് ഇതിങ്ങനെ കിടക്കുന്ന ഒരു സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ആക്കാൻ നമുക്കിത് നിവർത്തിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് മാറുന്നില്ല, കൂടുമില്ല കുറയില്ല. അപ്പോൾ എന്താണ് 4x ആവും. 4xും പിന്നെ നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ നിവർത്തി വെക്കുകയാണെങ്കിൽ നമുക്ക് 3x എന്നും കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്രയാണ് 3.5 മീറ്ററാണ്. ഇത് രണ്ട് കട്ട് ചെയ്തിട്ടാണല്ലോ ഈ 2 പീസസ് കിട്ടിയത്. ഇത് രണ്ടും കൂടി നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്ത് കിട്ടും, നമുക്ക് 3.5 മീറ്റർ കിട്ടും. ദെൻ 4x പ്ലസ് 3x രണ്ടും കണക്കാണ്. 3x പ്ലസ് 4x ഈസ് ഈക്വൽ ടു 3.5 മീറ്ററാണ്. ദെൻ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 7x ഈസ് ഈക്വൽ ടു 3.5 മീറ്റർ. ദെൻ 7x ഈസ് ഈക്വൽ ടു 7/2. ഇതെങ്ങനെയാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി നമ്മൾ മാറ്റിയതാണ്. 3 × 2 6 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 7/2. ഓക്കെ, ദെൻ x ഈസ് ഈക്വൽ ടു ഇത് ഈക്വൽ ടു ആണ് x ഈസ് ഈക്വൽ ടു 7/2. 7 ഇൻറ്റു 7 ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലേക്ക് പോകും. ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ഇതെന്താ, ഇത് 7x ഡിവൈഡഡ് ബൈ 7 ആണ് കേട്ടോ. ഇതാണ് ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. മനസ്സിലായില്ല എന്ന് വിചാരിച്ചു. അപ്പം x ഈസ് ഈക്വൽ ടു 7/2 ഡിവൈഡഡ് ബൈ 7. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റു ആക്കാം. ഡിവൈഡഡ് ബൈനെ
ഡിവൈഡിനെ നമുക്ക് ഇൻറ്റു ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ റെസിപ്രോക്കൽ എടുക്കണം. 7/2 ഇൻറ്റു 1/7 എന്ന് കിട്ടും. താഴെ ഇങ്ങനെയാണ് ഒരു നമ്പർ. ഞാൻ ഇപ്പോൾ 6 എഴുതിയിരിക്കുന്നത് 6ൻ്റെ താഴെ ഒരു 1 ഇടുകയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ ഒന്നും മാറുന്നില്ല, 6 തന്നെയാണ്. ഇതെന്താണ്, അപ്പോൾ 7ൻ്റെ താഴെ 1 ഇടുകയാണെങ്കിൽ എന്താണ്, ഇതിൻ്റെ വാല്യൂ എന്താണ്, 7 തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അപ്പം ഞാൻ ഇതിൻ്റെ താഴെ പോടെ 1 ഇട്ടുണ്ട് വിചാരിക്കുക, ഇതിനെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്താവും, 1/7 എന്നാകും. അപ്പോൾ ഈ 2 7 നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ 1 പിന്നെ 2. അപ്പോൾ നമുക്ക് ഒരു സ്ക്വയർ ഉണ്ടാക്കിയിട്ട് എന്നാൽ 4x കൊണ്ടാണ്. അപ്പം ഹാഫ് എക്സിൻ്റെ വില അങ്ങ് കിട്ടി, ഹാഫ് കിട്ടി. പിന്നെ ഇൻറ്റു 4 ചെയ്യുമ്പോൾ 4/2 എന്ന് കിട്ടും. ഈക്വൽ ടു 2 മീറ്ററാണ് എന്തിൻ്റെ ലെങ്ത്ത്, നമ്മളെ സ്ക്വയറിൻ്റെ പെരിമീറ്റർ. പിന്നെ 3x ഇക്വലേറ്റർ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 1.5 മീറ്ററാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. ഇതിനു മുമ്പ് ഞാൻ പാർട്ട് 1 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവർ കാണേണ്ടതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാത്സ് നമ്മൾ പുതിയ ചാപ്റ്ററാണല്ലോ എടുത്തത്, പെയേഴ്സ് ഓഫ് ഇക്വേഷൻ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള. അതിൽ നമ്മൾ 9th പേജ് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് 10th പേജിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, പ്രിയ ബൗട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ 1100 rupees. The bag cost 300 rupees more than the slippers. What is the price of slippers and the price of the bag? അപ്പോൾ എന്താണ്, പ്രിയ ഒരു ബാഗും പിന്നെ ഒരു പെയർ ചെരുപ്പും വാങ്ങിയിട്ടുണ്ട്. ആ ഒരു ബാഗും ഒരു പെയർ ചെരുപ്പിനും കൂടി 1100 രൂപയാണ്. അതിൽ ബാഗിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ സ്ലിപ്പേഴ്സിൻ്റെ ചെരുപ്പിൻ്റെ പ്രൈസിനേക്കാളും 300 കൂടിയതാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുകയാണ് പ്രൈസ് ഓഫ് ദി സ്ലിപ്പേഴ്സിൻ്റെയും പ്രൈസ് ഓഫ് ദി ബാഗും കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് പ്രൈസ് ഓഫ് ബാഗ് നമുക്ക് അറിയില്ലല്ലോ. പ്രൈസ് ഓഫ് ബാഗ് ഈസ് ഈക്വൽ ടു എക്സ് ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ദെൻ പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ് ഞാൻ വൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ 1100 rupees. ഒരു ബാഗും പിന്നെ പെയർ ഓഫ് സ്ലിപ്പേഴ്സും കൂടി 1100 രൂപയാണ്. ടോട്ടൽ 1100 rupees. അപ്പോൾ എങ്ങനെയാണ് ഇതാ, ബാഗിൻ്റെ പ്രൈസ് നമുക്കറിയാം എക്സ്, സ്ലിപ്പേഴ്സിൻ്റെ പ്രൈസ് നമുക്കറിയാം വൈ, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 1100 rupees. ഇതാണ് എന്ത്, ഇക്വേഷൻ 1. ദെൻ നമ്മൾ പോകുന്നത് പിന്നെ എന്താ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ, ദ ബാഗ് കോസ്റ്റ് 300 rupees മോർ ദാൻ ദി സ്ലിപ്പേഴ്സിനേക്കാളും 300 കൂടുതലാണെന്ത്, ബാഗിന്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് വരിക, സ്ലിപ്പേഴ്സിനെക്കാട്ടി 300 കൂടുതലല്ലേ. അപ്പോൾ സ്ലിപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വൈ ആണ്, വൈനോട് 300 കൂട്ടുക. ഇതാണ് നമ്മളെ ഇക്വേഷൻ 2. നമുക്ക് ഈ ഇക്വേഷൻ 1 നമുക്ക് വേറെ രീതിയിലും കൂടി എഴുതാം. നമുക്കിതിന് എക്സും വൈയോ ഒപ്പരല്ലേ, അത് നമുക്ക് ഒറ്റയ്ക്കാക്കി വെക്കാം. ഞാൻ ഇപ്പോൾ വൈനെ ഇവിടെ ഒരു സ്ഥലത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു 1100 എന്നല്ലേ, വൈ ഈസ് ഈക്വൽ ടു 1100. ഇവിടെ എക്സ് ഉണ്ടല്ലോ, എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. ഇവിടെ എക്സിൻ്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, മൈനസ് ആവും. അപ്പോൾ 1100 മൈനസ് എക്സ്. ഇത് ഇക്വേഷൻ 1 നമ്മൾ ഇങ്ങനെ ആക്കി മാറ്റിയതാണ്. പിന്നെ നമുക്കറിയാം എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബാഗിൻ്റെ പ്രൈസ് കിട്ടണമെങ്കിൽ സ്ലിപ്പേഴ്സിൻ്റെ പ്രൈസിനോട് 300 കൂട്ടിയാൽ മതി. സോ എക്സ് ഈസ് ഈക്വൽ ടു വൈ നമ്മൾ കണ്ടുപിടിച്ചല്ലേ, വൈ ഈസ് ഈക്വൽ ടു 1100 മൈനസ് എക്സ്. അപ്പം ഈ വൈനെ മാറ്റിയിട്ട് 1100 മൈനസ് എക്സ് എന്ന് എഴുതാം. കാരണം ഇതാണ് വൈ, നമ്മൾ വൈ നേരത്തെ കണ്ടുപിടിച്ചു. വൈന് പകരം 1100 മൈനസ് എക്സ് പ്ലസ് 300. ദെൻ ഇവിടെ എക്സിനെല്ലാം നമ്മളൊരു ഭാഗത്തേക്ക് നമുക്ക് വെക്കണമല്ലോ. അപ്പോൾ ഇവിടെ മൈനസ് എക്സ് നമുക്ക് ഇവിടെ എക്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. മൈനസ് എക്സ് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താകും, അതിൻ്റെ ഓപ്പോസിറ്റ് ചിഹ്നമായിട്ടുള്ള പ്ലസ് ആകും. അപ്പം എക്സ് പ്ലസ് എക്സ് ഇവിടെ 1100 ഉണ്ട്. പിന്നെ പ്ലസ് 300 ഒരു സ്ഥാനം മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ 1100 പ്ലസ് 300 ആണ്. പിന്നെ എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 2x ആണ്. പിന്നെ 1100 പ്ലസ് 300 എന്ന് പറഞ്ഞാൽ 1400 ആണ്. അപ്പോൾ നമുക്ക്
2x എന്ന് പറഞ്ഞാൽ 1400 ആണ്. അപ്പോൾ x കണ്ടുപിടിക്കാൻ നമുക്ക് ഈസിയാണ്. 1400 ഇൻറ്റു ഈ 2x എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സ് അല്ലേ. അപ്പോൾ 2 നമ്മൾ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡ് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ചിഹ്നം ഇൻറ്റുവിൽ നിന്നുള്ള അതിൻ്റെ ഇൻറ്റുവിൻ്റെ ഓപ്പോസിറ്റ് ചിഹ്നമാണ് എന്ത്, ഡിവിഷൻ. അപ്പോൾ 1400 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എന്താണ് 700. നമുക്കെന്തായി പ്രൈസ് ഓഫ് ബാഗ് കിട്ടി. പ്രൈസ് ഓഫ് ബാഗ് ഈക്വൽ ടു 700 എന്ന് കിട്ടി. പിന്നെ നമുക്ക് സ്ലിപ്പേഴ്സിൻ്റെ പ്രൈസ് നമുക്ക് ഇപ്പോഴും അറിയില്ല. സ്ലിപ്പേഴ്സിന് നമ്മൾ എന്തായിട്ടാണ് എടുത്തിരുന്നത്, വൈ ആയിട്ടായിരുന്നു. നമ്മൾ ആ വൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നെ എന്താണ്, ഇതാണ്. വൈ ഈസ് ഈക്വൽ ടു 1100 മൈനസ് എക്സ്. നമ്മൾ എക്സ് നമുക്ക് കിട്ടിയല്ലോ. എക്സ് എന്ന് പറഞ്ഞാൽ 700 ആണ്. അപ്പോൾ 1100 മൈനസ് മൈനസ് എക്സ്. എക്സ് നമ്മൾ കണ്ടുപിടിച്ചു. 1100 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 700 ആണ്. 700 ഈസ് ഈക്വൽ ടു എത്രയാണ്, 300 എന്ന് കിട്ടി. Then price of bag is equal to 700 rupees. Then slippers price is equal to 300 rupees. Sorry, 400 rupees ആണല്ലേ. 400 rupees. 1100 നിന്ന് 700 കുറയ്ക്കുമ്പം 400 ആണ് കിട്ടുക. നമ്മൾ പ്രൈസ് ഓഫ് ബാഗ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. പിന്നെ സ്ലിപ്പേഴ്സിൻ്റെ പ്രൈസ് നമ്മൾ വൈ ആയിട്ട് എടുത്തു. ബാഗും സ്ലിപ്പറും കൂടി ഒരു പെയർ ഓഫ് സ്ലിപ്പറും കൂട്ടുകയാണെങ്കിൽ 1100 എന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1100 എന്ന് എഴുതിയത്. ഇതിന് നമുക്ക് വേറെ രീതിയിലും എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 1100 എന്നുള്ള നമുക്ക് വേറൊരു ഇക്വേഷൻ നമുക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് എക്സിനെ നമുക്ക് ഇവിടെ ഒറ്റപ്പെടുത്താം, അല്ലെങ്കിൽ നമുക്ക് വൈനെ ഇവിടെ ഒറ്റപ്പെടുത്താം. ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന വൈനെ ഇവിടെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം വൈ ഈസ് ഈക്വൽ ടു ഇവിടെ പ്ലസ് എക്സ് ആണ്. പ്ലസ് എക്സ് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും, മൈനസ് എക്സ് ആവും. ഈ 1100 മൈനസ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോയപ്പോൾ മൈനസ് എക്സ് ആയി. ഇതാണ് എന്ത്, അടുത്ത ഇക്വേഷൻ. നെക്സ്റ്റ് വൺ ഈസ് എക്സ് ഈസ് ഈക്വൽ ടു നമ്മൾ ബാഗിൻ്റെ പ്രൈസ് എന്താണ്, സ്ലിപ്പേഴ്സിനേക്കാൾ 300 കൂടിയതാണ്. അപ്പോൾ ബാഗിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ എക്സ് ആയിട്ടാണ്, സ്ലിപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വൈ ആണ്. സ്ലിപ്പേഴ്സിനോട് 300 കൂട്ടിയതാണ്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ 2. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് ബാഗ് കണ്ടിരിക്കാൻ എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എക്സ് ഈസ് ഈക്വൽ ടു വൈ പ്ലസ് 300 ആണല്ലോ. നമുക്ക് വൈൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വൈൻ്റെ വാല്യൂ നമ്മളിവിടെ മേളിൽ കണ്ടുപിടിച്ചു. വൈ ഈസ് ഈക്വൽ ടു 1100 മൈനസ് എക്സ് എന്ന് കിട്ടി. അത് നമുക്ക് ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. വൈൻ്റെ പകരം നമുക്ക് വൈക്ക് കിട്ടിയ നമുക്ക് വാല്യൂ ഇല്ല, വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 1100 മൈനസ് എക്സ് പ്ലസ് 300. ഈ 300 തന്നെയാണ് കേട്ടോ അവിടെ. പിന്നെ ഈ രണ്ട് എക്സ് ഉണ്ടല്ലോ, അതിന് നമുക്ക് ഒരേ സ്ഥലത്ത് തന്നെ നമുക്ക് വെക്കണം. അപ്പോൾ എക്സിൻ്റെ അടുത്തേക്ക് ഈ മൈനസ് എക്സ് പോകുമ്പം ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്ലസ് ആവും. അതിൻ്റെ ഓപ്പോസിറ്റ് ചിഹ്നമല്ലേ, ഈക്വൽ ടുവിൻ്റെ സൈൻ്റെ ഇവിടെ മൈനസ് ആണ്, ഇവിടേക്ക് പോകുമ്പോൾ നമുക്ക് പ്ലസ് ആവും. പിന്നെ ഇവിടെ പ്ലസ് ഇവിടേക്ക് പോകുമ്പോൾ മൈനസ് ആവും. അപ്പോൾ ഇവിടെ മൈനസ് എക്സ് ആണ്, ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് എക്സ് ആവും. അപ്പോൾ എക്സ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 1100. ഇവിടെ പ്ലസ് 300 ആണ്, അതന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എക്സ് പ്ലസ് എക്സ് 2x 1100 പ്ലസ് 300 1400. ദെൻ എക്സ് ഈസ് ഈക്വൽ ടു 1400 divided by 2 is equal to 700. Then the price of bag is equal to 700. Then the price of slippers is equal to 1100 minus 700 is equal to 400 rupees.